അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ പല സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു. ഭരണകൂടത്തിന് തലപ്പത്തിരിക്കുന്നവർക്ക് ഹിതമാകുന്ന തരത്തിലുള്ള നിലപാടേ, അത് വിശ്വാസമായാലും അഭിപ്രായമായാലും എല്ലാം വെച്ചു പുലർത്താൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നിടത്തേക്ക് എത്തുന്നു. സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന നീക്കം അതീവ ഗൗരവമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. ഇതിന്റെയെല്ലാം മൊത്തം ഫലം രാജ്യത്തിന്റെ ഐക്യവും ഒരുമയും അപകടപ്പെടുന്നു എന്നുള്ളതാണ്. ദേശീയോദ്ഗ്രഥനം അങ്ങേയറ്റം അപകടത്തിലായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആകെ ഫലം രാജ്യം അപകടത്തിലാകുന്നു. അത്തരമൊരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയോദ്ഗ്രഥനത്തിന്റെയും നമ്മുടെ രാഷ്ട്രത്തിന്റെ മൊത്തമായും സംരക്ഷണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുക എന്നതാണ് ജനമാകെ ചിന്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അപകടപ്പെടുത്തുന്ന ബിജെപിയെ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നതാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് രാജ്യം നിൽക്കുന്നത്. ആ സമയത്തെ തെരഞ്ഞെടുപ്പാണ്, അതിന് ഏറ്റവും ഏറെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചു.